ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം മുഹമ്മദ് ഷുഹൈബ് ഒളിവിൽ പോയിട്ടുണ്ടെന്ന സൂചന വരുന്നു കോഴിക്കോട് നിന്ന്. ദീപക് ധർമ്മടം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തേടുന്നു കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ചോദ്യപേപ്പർ ചോർച്ചയിലെ അതിൻ്റെ സൂത്രധാരകൻ, ആ കേസിലെ മുഖ്യപ്രതി ഷുഹൈബ് MS സൊല്യൂഷൻ്റെ CEO ആണ്. ഷുഹൈബ് ഒളിവിൽ പോയി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത്. മാത്രവുമല്ല, അടുത്ത ബന്ധുക്കൾ കൂടി ഒളിവിൽ പോയി എന്നുള്ളത് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നു. ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ ഉൾപ്പെടെ ചില പരിശോധന നടത്തിയിരുന്നു, റെയ്ഡ് നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. മാവൂർ സ്റ്റേഷൻ ലിമിറ്റിലും അതുപോലെ മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ ചില പരിശോധനകൾ ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയെങ്കിലും ഷുഹൈബ് അതിവിദഗ്ധമായി ഒളിവിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ കേസിൽ പ്രതികളായി വരാവുന്ന മറ്റു പലരും ഒളിവിൽ പോയിരിക്കുന്നു. അവരൊക്കെ ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ടതാണ്. പക്ഷേ എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് നിലപാട് കടുപ്പിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ജാമ്യ ഹർജിയിലെ തീരുമാനം, ഇന്ന് വിധി വരും. ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയേണ്ടത്. വിധി വന്നതിന് ശേഷം കടുത്ത നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. SK. താങ്ക് യു. രാജു പറയുന്നു, ജസ്റ്റിസ് ഫോർ വിജയൻ ആൻഡ് ഹിസ് സൺ, വൈ ഡോണ്ട് യു ഫോളോ ഇറ്റ് അപ്പ്, വി ഡൗട്ട്സ് യുവർ ക്രെഡിബിലിറ്റി. അപ്പോൾ താങ്കൾ, എനിക്ക് തോന്നുന്നത് സൗകര്യമുള്ള സമയത്ത് മാത്രമേ വാർത്ത കാണുന്നു. ഇന്നലെ എൻകൗണ്ടറിൽ നടന്ന സംവാദവും ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ വാർത്തകളെയൊക്കെ തന്നെ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഇനിയും ഫോളോ ചെയ്യുകയും ചെയ്യും. കാരണം ഇതിനകത്ത് അവർക്ക് നീതി കിട്ടണമെന്ന കാര്യത്തിൽ സംശയമില്ല.